ഒരു വശത്ത് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ, മറുവശത്ത് കുമിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരം. പറഞ്ഞു വരുന്നത് തലസ്ഥാന നഗരവാസികളുടെ ദുർവിധിയെക്കുറിച്ചാണ്. ജലസ്രോതസ്സുകൾ മാത്രമല്ല, ദേശീയപാതയോരങ്ങളും മാലിന്യം തള്ളുന്ന ഇടമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ ചാക്ക ബൈപ്പാസിലാണ്. ഓരോ മിനിറ്റിലും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ ബൈപ്പാസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബൈപ്പാസിന്റെ രണ്ട് വശങ്ങളിലായി പക്ഷേ നമ്മെ കാത്തിരിക്കുന്നത് മാലിന്യ വാഹിനികളായ ഇത്തരം കാഴ്ചകളാണ്. ദുസ്സഹമായ മാലിന്യ കൂമ്പാരം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. സാനിറ്ററി പാഡുകളും ഡയപ്പറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷ്യ മാലിന്യങ്ങളും അടക്കം ചാക്കുകളിലും അല്ലാതെയുമൊക്കെയായി യഥേഷ്ടം വാഹനങ്ങളിൽ വരുന്നവർ സൗകര്യപൂർവ്വം വലിച്ചെറിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങൾ കൂമ്പാരമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഈ ബൈപ്പാസിനോട് തൊട്ടു ചേർന്നുള്ള റോഡിന്റെ വശങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത്. ചാക്കയിൽ നിന്ന് തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തുമ്പോൾ തമ്പാനൂരിലെ ആമയിഴഞ്ചൻ തോടിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും കാഴ്ച വ്യത്യസ്തമല്ല. നഗരസഭ തുടർച്ചയായി മാലിന്യ നീക്കത്തിന് വേണ്ട നടപടികൾ ഒരു വശത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ മറുവശത്ത് ഇതാണ് കാഴ്ച. ആമയിഴഞ്ചൻ തോട് മാലിന്യവാഹിനിയായി മാറിയിരിക്കുന്ന ദൌർഭാഗ്യകരമായ സാഹചര്യമെന്ന് തന്നെ പറയേണ്ടി വരും. തോടിന്റെ ഇരുവശങ്ങളിലും കാട് നിറഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആ മഴവെള്ളത്തിലൂടെ മാലിന്യം നീങ്ങാനുള്ള സാഹചര്യം കൂടി ഇവിടെ തടസ്സപ്പെടുകയാണ്. വലിയ ഇരുമ്പ് കമ്പികൾക്കിടയിൽ, പൈപ്പുകൾക്കിടയിൽ ആ മാലിന്യം തടഞ്ഞു നിൽക്കുന്ന കാഴ്ചയുമുണ്ട് ഇവിടെ. ഇത് ഇവിടെ നിന്ന് ഈ തോട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എടുത്തത് മുകളിലേക്ക് ഉയർത്തി ട്രെയിനുകൾ ഉപയോഗിച്ച് മാറ്റിയാലും പിന്നീട് അത് എവിടെ ഡംപ് ചെയ്യും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ജൈവ മാലിന്യങ്ങൾ അടക്കം ഇത്തരത്തിൽ ആമയിഴഞ്ചൻ തോട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ എറിയപ്പെടുന്ന മാലിന്യങ്ങൾ കോർപ്പറേഷൻ ആകെ ചെയ്യുന്നത് അത് പന്നി ഫാമുകളിലേക്ക് എത്തിക്കുന്ന നടപടിയാണ്. അതും കരാറുകാരെ ഉപയോഗിച്ചുകൊണ്ട് പന്നി ഫാമുകളിലേക്ക് എത്തിക്കുന്ന നടപടിയെ മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന വിമർശനമാണ് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമൊക്കെ അവിടെ തർക്കമോ അവകാശവാദമോ ഒക്കെയായി അവശേഷിക്കുന്നെങ്കിലും സാധാരണക്കാരായ ആളുകളുടെ ആരോഗ്യവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ശുചിത്വം. ആ ശുചിത്വത്തിന് വിലങ്ങുതടിയായി മാറുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിൽ കുമിഞ്ഞുകൂടുന്ന ഇത്തരം മാലിന്യങ്ങൾ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വശത്ത് തകൃതിയായി പുരോഗമിക്കുകയാണ്. പക്ഷേ ഈഞ്ചക്കൽ ബൈപ്പാസിന് സമീപത്തുള്ള ഈ സർവീസ് റോഡിനോട് ചേർന്ന ഇടവഴിയിലെ വെള്ളക്കെട്ടിലെ കാഴ്ചകൾ കണ്ടാൽ ആരും തലയിൽ കൈവച്ചു പോകും. കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് മാലിന്യങ്ങൾ. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലും അതോടൊപ്പം അല്ലാതെയുമൊക്കെ ചാക്കിലും മറ്റുമായി കെട്ടുനിറച്ച് നേരെ കൊണ്ട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളിയിട്ട് പോകുന്ന യാത്രക്കാർ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് എന്ന് നാട്ടുകാരും പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂട്ട പെറ്റ് പെരുകുന്ന ചെറിയ ചെറിയ ഇടത്താവളങ്ങളുമുണ്ട് ഈ വെള്ളക്കെട്ടിന് സമീപം. അതായത് ഈ ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി ഒരു വശത്ത് തകൃതിയായ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസിനോട് ചേർന്നുള്ള സർവീസ് റോഡിന് സമീപം ഇങ്ങനെ ദാക്ഷിണ്യമില്ലാതെ മാലിന്യം വലിച്ചെറിഞ്ഞു പോകുന്നത് സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നത്. തലസ്ഥാന നഗരത്തിൽ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ ഒരു സർവീസ് റോഡിനോട് ചേർന്ന് മാത്രമല്ല ഇത്തരം കാഴ്ചകൾ. നഗരത്തിന്റെ പല മേഖലകളിൽ സമാനമായ തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു പോകുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ്. നേരത്തെ CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ച് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള കൃത്യമായ നിരീക്ഷണങ്ങളൊക്കെ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതും ഏറെക്കുറെ ഒരു മേഖലയിലെങ്കിലും നിലച്ച മട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ മാലിന്യങ്ങൾ നഗരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കുമിഞ്ഞു കൂടുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാകുന്ന സാമൂഹ്യമായ പ്രശ്നങ്ങൾക്ക് അപ്പുറം അത് വലിയ തരത്തിൽ ദുർഗന്ധം വമിക്കുക എന്നൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനപ്പുറം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കൂടി വഴിമാറിയിരിക്കുന്നു. നഗരത്തിലെ ജലസ്രോതസ്സുകളിലെ മാലിന്യ നീക്കം ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ചോദിച്ച് ഇറിഗേഷൻ വകുപ്പും
നഗരസഭ അധികൃതരും തമ്മിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് ഷിഗല്ലയും ഡെങ്കിപ്പനിയും എലിപ്പനിയും ഉൾപ്പെടെ ആശങ്കയുണർത്തുന്ന തരത്തിൽ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ പടരുന്ന പോലെ തലസ്ഥാന നഗരിയിലും പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ മാലിന്യങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് മുമ്പിൽ വലിയ ആശങ്ക പരത്തിക്കൊണ്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് നഗരത്തിലെ ഒരു സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ റിപ്പോർട്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.